പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ബിനു അജു ആണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? അതെ, സന്തോഷമായിരിക്കുന്നു. ഓക്കെ, സിസ്റ്ററിന് ജീവിതത്തിൻ്റെതായ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ടെസ്റ്റ് പണി ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അത് സംസാരിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ കർത്താവേ അടിയങ്ങൾ അടുത്ത് വരുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രിയ സഹോദരിയെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവെ അത് സംസാരിപ്പാനും അനേകരുടെ ജീവിതത്തിൽ ആ കർത്താവിനോട് അടുക്കേണ്ടതിന് കാരണമായി തീരുവാനും കർത്താവ് സഹായിച്ചാട്ട. അപ്പം ആ സ്തോത്രങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, എവിടുന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ മുംബൈയിൽ വസായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, വസായിലാണ്. ഓക്കെ, ദേവദാസി കുടുംബമായിട്ടാണല്ലോ? അതെ, കുടുംബമായിട്ടായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളെയും വഴികളെയും കർത്താവുമായിട്ടുള്ള ജീവിതത്തിന്റെ യാത്രകളെയൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി സിസ്റ്റർ ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി ജോയ്സ് ടി വിയിലൂടെ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനുവേണ്ടി വഴിയൊരുക്കി തന്ന പ്രിയ സിസ്റ്ററോടുള്ള ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ ആദ്യമേ സമർപ്പിക്കുന്നു. ഇങ്ങനൊരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഒരു നിമിഷം കർത്താവിന് ഹല്ലേലൂയ നന്ദി പറയാതിരിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മെ ഓരോ നിമിഷവും കർത്താവ് നടത്തുന്ന, അതായത് ഒരു ജീവിതത്തില് ഹല്ലേലൂയ ഒരു ജീവൻ തന്നെ എൻ്റെ കർത്താവിനെ നിലനിർത്തിയതാണ്. ഹല്ലേലൂയ. മരണത്തിന്റെ ആ താഴ്വരയിൽ ആ വക്കോളം എത്തിയിട്ട് അവിടെ നിന്ന് എൻ്റെ കർത്താവ് കൊണ്ടുവന്ന ആ കാര്യങ്ങൾ ഓരോന്നും വിവരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ആ സാക്ഷ്യം അറിയിക്കാൻ വേണ്ടി ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടി വിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. അതായത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ എൻ്റെ നാട്ടില് ഞങ്ങൾ ഹല്ലേലൂയ ബോംബെ നാട്ടില് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലെ കലൈപുരം എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതായത് എൻ്റെ ഫാദറിനും മദറിനും ഞങ്ങൾ 11 പേരാണുള്ളത്. ഹല്ലേലൂയ. 6 പെൺമക്കളും 5 ആണുങ്ങളും, അങ്ങനെ ഞങ്ങൾ 11 പേരാണുള്ളത്. അതിൽ ഹല്ലേലൂയ എൻ്റെ ഫാദറും മദറും ഇന്ന് ലോകത്തില്ല എങ്കിലും ഞങ്ങൾ 11 പേര് വളർന്നുവെങ്കിലും നന്നായിട്ട് തന്നെ വളരുവാൻ ദൈവം സഹായിച്ചു. ആഹാരത്തിനോ പഠിത്തത്തിനോ ഒന്നും ഒരു കുറവും കർത്താവപ്പച്ചൻ വരുത്തിയില്ല. അന്നൊക്കെ എല്ലാവരും വിചാരിക്കുക എങ്ങനെയാണ് ഈ 11 പേരെ വളർത്തിയത്, നിങ്ങളുടെ അപ്പനും അമ്മയും എത്ര ബുദ്ധിമുട്ടി കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് ആ ബുദ്ധിമുട്ട്, നമ്മൾ 2 കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഈ 11 പേരെ എങ്ങനെ വളർത്തിയെന്ന് പലരും തമാശ രീതിയിലാണെങ്കിലും ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഞങ്ങൾക്ക് അനുഭവിച്ചതായിട്ട് ഒരു ഓർമ്മയില്ല. അതായത് ആഹാരത്തിലായാലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനൊക്കെ ആയിരുന്നല്ലോ വളരെ ബുദ്ധിമുട്ടുകള്. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. കാരണം എൻ്റെ ഫാദർ ആണെങ്കിൽ ഒരു കൃഷിക്കാരനായിരുന്നു. നന്നായിട്ട് വയല്, അതായത് നെൽകൃഷിയാണ് കൂടുതലും ഉള്ളത്. അത് നന്നായിട്ട്, അല്ലാതെ സ്ഥലവും വയലൊക്കെ പാട്ടത്തിനെടുത്ത് അങ്ങനെയും ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നെല്ലിന് ഒരു കുഴപ്പമില്ല. അരിയാഹാരം ഇഷ്ടം പോലെ കഴിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ 11 പേരിങ്ങനെ വളർന്നുവെങ്കിലും എനിക്ക് മൂത്തതാണെങ്കിൽ 3 സിസ്റ്റേഴ്സാണ് ഉള്ളത്. പിന്നെ 5 ഞങ്ങളുടെ ബ്രദേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേര്, അങ്ങനെ ഞങ്ങൾ 11 പേര്. അതിൽ 3 പേര് സിസ്റ്റേഴ്സ് ആണെങ്കിലും ആ മൂത്ത പേരുടെ ഒന്നും ഞങ്ങൾ 5 പേരുടെ ഞങ്ങൾക്ക് മൂത്തവരിലെ അധികമായിട്ട് ഞങ്ങൾക്ക് ഇത് ബന്ധം അങ്ങനെ അറിയത്തില്ല. ഞങ്ങൾ ചെറുതായിരുന്നു. ഞങ്ങൾ ഏകദേശം ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് മൂത്തവരുടെയൊക്കെ വിവാഹം 4-5 പേരുടെ കഴിയാറാവുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ മൂത്ത ബ്രദർ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ 5ാം ക്ലാസ്സിൽ വരുമ്പോഴാണ്. അതിനു മുന്നേ ഓർത്തോണം ബാക്കിയുള്ളവരുടെ എല്ലാം
കല്യാണം അങ്ങനെ കഴിഞ്ഞു. സിസ്റ്റർമാരുടെ ഒന്നും ഞങ്ങൾക്ക് ഓർമ്മ അത്രയില്ല. പ്രീതി മക്കളെ, ഞങ്ങൾ ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ 5 പേര് നന്നായിട്ട്, ഞാൻ ട്വിൻസാണ്. എൻ്റെ കൂടെ തന്നെ ബീന എന്ന് പേരുള്ള എൻ്റെ സഹോദരിയുണ്ട്. അത് നാട്ടിൽ കല്ലട എന്ന് പറയുന്ന സ്ഥലത്താണ് വിവാഹം കഴിച്ച് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ 5 പേര് വളർന്നു. ആ ഒരു ഇതാ ഞങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുള്ളു. മറ്റുള്ളവരെല്ലാം വലുതായി കല്യാണം കഴിച്ചു പോയി, അങ്ങനെയൊക്കെയുള്ള ജീവിതം. പക്ഷെ ഞങ്ങൾ 5 പേരും വളർന്നിങ്ങനെ വരുന്നെങ്കിലും ഞങ്ങൾ ഹല്ലേലൂയ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി വളർന്നു. മർത്തോമ കുടുംബത്തിലാണ് ഞങ്ങൾ ഹല്ലേലൂയ ജനിച്ചു വളർന്നത്. അതായത് ഞങ്ങളെ സൺഡേ സ്കൂളിന് എല്ലാ സൺഡേ ദിവസവും സൺഡേ സ്കൂളിന് പോകണം. അത് മർത്തോമയിൽ ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ സൺഡേ സ്കൂളിനൊക്കെ വിടും. പ്രാർത്ഥനയൊക്കെ മുൻതൂക്കം കൊടുക്കും. ഹല്ലേലൂയ. വൈകുന്നേരമൊക്കെ പാട്ട് പാടിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയുള്ള ആഹാരം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിൽ തന്നെ വളർന്നു വന്നെയായിരുന്നു. അന്ന് സിനിമയൊന്നും കാണിക്കാനോ അതിന് പോകുന്നതോ ഒരു പൊട്ടിടുന്നതോ നെയിൽ പോളിഷ് ഇടുന്നതോ ആ കാര്യത്തിലൊന്നും എൻ്റെ ഫാദർ ആയാലും ഞങ്ങളുടെ മൂത്ത സഹോദരങ്ങൾ ആരും സമ്മതിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അന്നൊക്കെ മൈലാഞ്ചി അരച്ച് കയ്യിൽ നെയിലൊക്കെ ഇട്ട് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കല്ലേ വെച്ച് ഇങ്ങനെ മൈലാഞ്ചി അരയ്ക്കുന്നത് ഞങ്ങളുടെ മൂത്ത സഹോദരൻ കണ്ടപ്പോൾ ഹല്ലേലൂയ ഞങ്ങളെ വഴക്ക് പറഞ്ഞ് ആ കയ്യിലൊന്നും ഒന്നും സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് കൊതിയ ഒരു പൊട്ടൊക്കെ ഇട്ട് നടക്കാൻ വേണ്ടി കൊതിയ. അന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മീറ്റിംഗ് ഹല്ലേലൂയ മന്ത്ലി മീറ്റിംഗ് ഉള്ളപ്പോഴന്ന് ചന്ദനത്തിന്റെ ആ ഒരു ഹല്ലേലൂയ ഇത് തരുമായിരുന്നു. അന്ന് ഞങ്ങൾ അത് ചന്ദനക്കുറി ഇടുമായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ കൂട്ടുകാരൊക്കെ വെറുതെ നമ്മുടെ പേപ്പറിന്റെ ആ പൊട്ടുപോലുള്ള ഭാഗം വെച്ച് എങ്ങനെയൊക്കെ ഇടിപ്പിക്കും. അങ്ങനെയൊക്കെ അല്ലാതെ വീട്ടിലോ പുറത്തോ ഞങ്ങൾ എവിടെയും ഈ പരിപാടികളൊന്നും ചെയ്യത്തില്ല. ഒരു വള ഇടുന്നത് വരെ ഓണത്തിന് അതൊരു ഓർമ്മ. എൻ്റെ ആങ്ങളെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വലിയ വളയാ മേടിച്ചുകൊണ്ട് തരും ഞങ്ങൾക്ക് 3 പേർക്കും. അങ്ങനെ അല്ലാതെ ഉള്ള പരിപാടികളൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ സമ്മതിക്കത്തില്ലായിരുന്നു. പ്രീതി മക്കളെ, മർത്തോമ കുടുംബത്തിൽ വളർന്നുവെങ്കിലും ആ ഒരു ചിട്ടയിലൂടെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. വളരെ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവും പിതാവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു. അതായത് രാവിലെ സമയം പ്രഭാത പ്രാർത്ഥന ഞങ്ങൾ ആരും എഴുന്നേറ്റില്ലെങ്കിലും ഞങ്ങളെ വന്ന് അടിച്ചു ഉണർത്തിയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് എഴുന്നേൽക്കാറില്ലായിരുന്നു. എങ്കിലും മാതാവും പിതാവും വളരെയധികം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരാ. രാവിലെ കാലം തന്നെ അവർ എഴുന്നേറ്റ് പാടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ നമ്മൾ പറയുമല്ലോ ഹല്ലേലൂയ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാ നമ്മുടെ മക്കൾ അതൊക്കെ അനുഭവിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അതിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. 11 പേര് വളർന്നു. ഇങ്ങനെ ഞങ്ങൾ 5 പേര് നന്നായിട്ട് ആ ഒരു ബന്ധത്തിലൂടെ 2 ആങ്ങളമാരും ഞാൻ ട്വിൻസ്, എൻ്റെ ഇളയത് അനിയത്തിയുണ്ട്. ഞങ്ങൾ 5 പേരിങ്ങനെ അടിച്ചു വളർന്ന് ഇങ്ങനെ വളരുന്ന ആ സമയം അത് അത്രമാത്രമേ നന്നായിട്ട് ഓർമ്മയുള്ളൂ. മറ്റുള്ളവർ ജോലിക്ക് പോകുന്നു, കല്യാണം കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ. പ്രീതി മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എൻ്റെ പിതാവിന് 97 വയസ്സായപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസമാണ് ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഹല്ലേലൂയ. ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്ന പിതാവാണ്. ദേവദാസന്മാരെയൊക്കെ വളരെയധികം ബഹുമാനിക്കും. എപ്പോഴും ഭവനത്തിലൊക്കെ കർത്താവിന്റെ ദാസന്മാര് മർത്തോമയിലാണെങ്കിലും ദേവദാസന്മാര് ഹല്ലേലൂയ പെന്തക്കോസ്തിലായാലും വളരെയധികം ആൾക്കാർ കടന്നു വരുന്നത് ഇഷ്ടമാണ്. എൻ്റെ ഫാദറിന്റെ മരണസമയത്തിന് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഫാദർ മരിച്ച ഈ കഴിഞ്ഞ വർഷക്കാലം അന്ന് എൻ്റെ ഫാദർ ഏത് വിവാഹത്തില് ഏതില്ലാത്താണെന്ന് അറിയത്തില്ല. മർത്തോമയാണോ, യാക്കോബിയാണോ, കാത്തലിക്സ് ആണോ, പെന്തക്കോസ്ത് ആണോ ഒന്നും മനസ്സിലാവത്തില്ല. അതേപോലെ ദൈവദാസന്മാരും അച്ഛന്മാരും എല്ലാവരും കടന്നു വന്ന് ഹല്ലേലൂയ ഞങ്ങൾ ഫാദറിനെ അപ്പാപ്പൻ എന്നാ വിളിക്കുന്നത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മക്കളുടെയും എല്ലാം അപ്പാപ്പനാ. ഞങ്ങളുടെ അപ്പാപ്പൻ എന്ന് വിളിച്ചെങ്കിൽ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. പിന്നെ അതായത് ആംഗ്ലമാർ വിവാഹം കഴിച്ചു വന്ന അവരാണ് ഹല്ലേലൂയ നാത്തുമാരാ പിന്നെ അപ്പച്ച എന്ന് വിളിക്കുന്നത്. പിന്നെ കൊച്ചുമക്കളും അപ്പച്ച എന്ന് വിളിക്കും. മക്കളെല്ലാവരും അപ്പാപ്പൻ എന്ന് വിളിക്കും. പക്ഷെ അപ്പാപ്പന്റെ ആ മരണസമയത്തിനാണ് ഞാൻ അതിൻ്റെ ആ പ്രാർത്ഥനയുടെ മാഹാത്മ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരറ്റം തൊട്ട് ഒരറ്റ
അറ്റം വരെ പ്രാർത്ഥിക്കുന്ന നല്ലൊരു പിതാവായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി ആ ഒരു കാര്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ, ഹല്ലേലൂയ, അതായത് മർത്തോമ കുടുംബത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ കുടുംബക്കാർ മുഴുവനും പെന്തക്കോസ്താണ്. അതായത് അവര്, ഹല്ലേലൂയ, ഒരു ബാബു കോശി എന്ന് പറയുന്ന പാസ്റ്ററുണ്ട്. അവര് ഭോപ്പാലിലായിരുന്നു. ആ സമയത്തിനൊക്കെ ജനുവരി മാസം നമ്മുടെ നാട്ടില് കുമ്പനാട് കൺവെൻഷന് വേണ്ടി കടന്നു വരാറുണ്ട്. ആ ടൈമിലൊക്കെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് പല വീടുകളുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലായിരിക്കും വന്ന് ഉറങ്ങാനൊക്കെ കടന്നു വരും. നല്ല, ഞങ്ങളുടെ ഫാദർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കുന്ന, ഉള്ളത് കൊടുത്ത് നല്ല തൃപ്തിയാക്കി വിടുന്ന നല്ലൊരു അപ്പനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുമ്പോഴെല്ലാം പറയും, ഞങ്ങളുടെ മക്കളെയൊക്കെ നോക്കണം, എടുക്കണം, എല്ലാം പറയും. അന്ന് ഞാൻ, അതായത് 92-ല് എൻ്റെ ആണെങ്കിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാൻ വേണ്ടി എനിക്ക്, ഹല്ലേലൂയ, അതായത് ഈ പാസ്റ്ററുടെ അടുക്കിലേക്ക് കടന്നു പോകാനുള്ള അനുവാദമൊക്കെ കിട്ടി. അങ്ങനെ കടന്നു പോകാൻ വേണ്ടി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ, അവിടെ ചെന്നപ്പോൾ എന്നെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്തപ്പോൾ, പെന്തക്കോസ്റ്റിലോട്ടാ പോകുന്നത്, മർത്തോമേന്നാ പോകുന്നത്. അന്നേരം എൻ്റെ വീട്ടിൽ നിന്നുള്ളവർ പറഞ്ഞു വിടുക, ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പം ചേരയുടെ നടുത്തുണ്ടം തിന്നണം. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ എന്നെ അവരോടൊപ്പം, ഹല്ലേലൂയ, ഭോപ്പാലിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടെ ചെന്ന് ഞാൻ എൻ്റെ കമ്മലും ഇതൊക്കെ ഇട്ടാ ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പം പെന്തക്കോസ്തിന്റെ ഹല്ലേലൂയ, പാഴ്സണേജിലാണ് താമസിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കാര്യം വന്നപ്പോൾ ഞാനും സൺഡേ സ്കൂൾ, അന്ന് 17 വയസ്സായതേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം പഠിപ്പിക്കുന്ന ഒരു ബാബുച്ചായ എന്ന് പറയുന്ന ആ അച്ചായനാണ് എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പഠിക്കുകയൊക്കെ ചെയ്യുന്നു. സൺഡേ സ്കൂളൊക്കെ പഠിച്ച ആ സമയത്തിനൊക്കെ എൻ്റെ മനസ്സിൽ അതിനു മുന്നേ തന്നെ ഞാൻ മർത്തോമയിലാണെങ്കിലും എല്ലാ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്ന നല്ലൊരു പ്രവണത എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുമല്ല, കൂടുതൽ ഉച്ചത്തിലൊക്കെ ഞാൻ എൻ്റെ വചനമൊക്കെ പറയുകയും, എങ്ങനെ ഒരു ഉപദേശിയും ഒരു, ഹല്ലേലൂയ, എല്ലാവരും ഉച്ചത്തില് ദൈവവചനം പ്രസംഗിക്കോ അതുപോലെ ഞാൻ പ്രസംഗിച്ച് ഉച്ചത്തിൽ പാട്ടൊക്കെ പാടി നടക്കുന്ന ആ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് സൺഡേ സ്കൂളൊക്കെ പഠിച്ച് അങ്ങനെ കഴിയുമ്പോഴാണ്, ഹല്ലേലൂയ, 92-ലൊക്കെ ആയപ്പോഴ് PC മാസ്റ്റർ എന്ന പാസ്റ്ററാണ് അവിടെ ആണെങ്കിൽ കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി ഒക്ടോബർ മാസം കടന്നു വന്നു. അങ്ങനെ ആ ഒക്ടോബർ മാസത്തിലെ PC മാസ്റ്ററുടെ ആണെങ്കിൽ, ഹല്ലേലൂയ, പ്രസംഗത്തിന്റെ ആ സമയത്തിന് ഞാൻ സ്നാനപ്പെടണമെന്ന് തീരുമാനമെടുത്ത് അങ്ങനെ സ്നാനപ്പെടുവാനൊക്കെ തീരുമാനമെടുക്കുകയും അവിടെ സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അതിൽ സ്നാനപ്പെടുന്ന സമയത്തും അവിടുത്തെ എൻ്റെ ചേട്ടത്തിയും പിന്നെ പാസ്റ്ററും പറഞ്ഞു, നീ ഓർത്തിട്ട് വേണം, എല്ലാവരോടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വേണം സ്നാനപ്പെടാനൊക്കെ. പിന്നെ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ സ്നാനപ്പെടുന്നത്, അല്ലാതെ മറ്റുള്ള ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു. ഓക്കെ, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എന്ന് സ്നാനപ്പെട്ടെങ്കിലും എനിക്ക് ഇന്നത്തെ സ്നാനം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം മനസ്സിൽ നമുക്ക് വളരെ സന്തോഷം. അന്ന് സന്തോഷം ഇല്ലെന്നല്ല, എൻ്റെ സഹോദരങ്ങള്, അതായത് നമ്മുടെ കൂടപ്പുറപ്പൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ഇത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ നമ്മൾ ഉപവസിക്കും, നമ്മൾ അവർക്ക് വേണ്ടി ഇരുന്ന് നിലവിളിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് അതൊന്നും അറിയത്തുമില്ല, പക്ഷെ സ്നാനം ആവശ്യമാണെന്നറിയാം. അങ്ങനെ സ്നാനപ്പെട്ടു. ആ സ്നാനപ്പെട്ട്, ഹല്ലേലൂയ, കുറച്ച് നാളുകൾ മാത്രമേ ഞാൻ അവരോടൊപ്പം ആയിരുന്നുള്ളൂ. പിന്നീട്, ഹല്ലേലൂയ, അവിടെ നിന്നും എന്നെ ബറോഡയിലേക്ക് ഹല്ലേലൂയ, അവിടുത്തെ സിസ്റ്റർ, എൻ്റെ ചേട്ടത്തിയുടെ എൻ്റെ ആങ്ങളയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, അന്ന് കമ്മലും മാലയെല്ലാം എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുവന്നെല്ലാം ചെയ്തു. പിന്നെ വീണ്ടും ആ മാലയും കമ്മലും ഇട്ടില്ല. വീട്ടിൽ അങ്ങനെ തന്നെ കുറച്ച് നാൾ നിന്നതിന് ശേഷമാണ് ഈ ബോംബെയുടെ പ്രദേശത്ത് എൻ്റെ അമ്മയുടെ കസിൻസ് ഉണ്ട്, ഹല്ലേലൂയ, ഭാണ്ടൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ കടന്നു വരുവാൻ ഇടയായിരുന്നു. അവിടെ കടന്നു വന്നപ്പോൾ അവിടെ മർത്തോമക്കാരാണ് അവർ. ഹല്ലേലൂയ. അവിടെ വന്ന ഉടനെ കമ്മൽ ഇടിപ്പിക്കുന്നു, മാല ഇടിപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ മൊത്തം ഇതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടതാ, ചെയ്യുന്നത് തെറ്റാണെന്നെല്ലാം അറിയാം. പക്ഷേ ഇവരോടൊപ്പം ആയപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു പഴയ നിലയിലേക്ക്
പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഹല്ലേലൂയ പ്രീതി മക്കളെ, അങ്ങനെ കമ്മലും മാലയൊക്കെ ഇട്ട ആ ഒരു ജീവിതത്തിൽ നടന്നു. പിന്നെ ഇവിടെ നല്ലൊരു ജോലിയൊക്കെ, അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലിയൊക്കെ ലഭ്യമായി. അങ്ങനെ കുറച്ച് നാൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് 5 വർഷം 92 ഞാൻ സ്നാനപ്പെട്ടു. കുറച്ചു നാളെ ഈ പെന്തക്കോസ്ത് ജീവിതം നയിച്ചിട്ട് ഈ ബാണ്ടൂപ്പിലേക്ക് ഞാൻ കടന്നു വന്നു. 93 വന്നിട്ട് പിന്നെ ഈ ഹല്ലേലൂയ യാതൊരു ബന്ധവും കുറെ നാളത്തേക്ക് പെന്തക്കോസ്തുമായിട്ട് എനിക്കില്ല. പിന്നീട് എന്റെ വിവാഹം കഴിയുന്നത് 97 ഹല്ലേലൂയ. 97 വിവാഹം കഴിക്കുന്നത് മർത്തോമയിലേക്കാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നു, എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഹല്ലേലൂയ തരുന്ന, അതായത് ഹല്ലേലൂയ വിവാഹം നിയമിക്കുന്ന ഹല്ലേലൂയ ആരെയാണോ കൊണ്ടുവരുന്നത് അത് മാത്രം മതി, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഒരു വിവാഹവും വേണ്ട, അപ്പനും അമ്മയും അന്വേഷിച്ചു തരുന്നത് മാത്രം മതി. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് വിവാഹമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കലൈപുരത്ത് തന്നുള്ള ഞങ്ങൾ 2 പേരും ഒരേ മർത്തോമ ഹല്ലേലൂയ സഭയിൽ ഹല്ലേലൂയ കലൈപുരം ശാലേ മർത്തോമ എന്ന് പറയുന്ന ആ ചർച്ചിൽ തന്നെയുള്ള അവരെ തന്നെ ഹല്ലേലൂയ അജു ജോൺ എന്ന് പറയുന്ന പ്രിയ ഹല്ലേലൂയ അച്ഛനെ വിവാഹം എന്നെ വിവാഹം കഴിച്ചു. 97 എൻ്റെ വിവാഹം കഴിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് 97 വിവാഹം കഴിയുന്ന ജനുവരി മാസം 16 അന്ന് രാവിലെ എനിക്ക്, അതായത് ജനുവരി മാസമാണല്ലോ കുമ്പനാട് IPC കൺവെൻഷൻ ഉള്ളത്, അതുപോലെ തന്നെ ഹല്ലേലൂയ എന്നെ സ്ഥാനപ്പെടുത്താൻ വേണ്ടി ഭോപ്പാലിലുണ്ടായിരുന്ന പ്രിയ പാസ്റ്ററും അമ്മാമയും അന്ന് അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ അന്ന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അത്. അന്ന് ഞാൻ ഹല്ലേലൂയ പാസ്റ്റർ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഹല്ലേലൂയ കാലിൽ കമിഴ്ന്ന് വീണ് ഞാൻ കരയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവരുടെ മധ്യ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. സ്നാനപ്പെട്ടിട്ട് വീണ്ടും മറ്റ് ഹല്ലേലൂയ മർത്തോമയിലേക്ക് കടന്നു പോവുകയും അന്ന് എൻ്റെ വിവാഹവും ഹല്ലേലൂയ. അന്നേരം പിന്നെ എന്നെ സമാധാനിപ്പിച്ചു, പോയിട്ട് നീ കല്യാണം കഴിക്കാനല്ലേ പോന്നെ, നീ കരയരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ വിവാഹത്തിന് അവർ സംബന്ധിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. കുറച്ച് നാളുകൾ ഹല്ലേലൂയ കഴിഞ്ഞു. 97 വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും ബാണ്ടൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വരുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് 99 മകളുണ്ടായി. ഹല്ലേലൂയ. മകളുണ്ടായതിനു ശേഷം ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വസായി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാനിടയായി തീർന്നു. അതിനു മുമ്പായിട്ട് ഈ പാണ്ഡൂപ്പിൽ ഈ 99 ആ സമയത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഹല്ലേലൂയ. ജിനി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ അംബർനാഥിൽ താമസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ അതായത് 2000 ഞങ്ങൾ ഇവിടെ വസായി വന്നു. താമസം കഴിഞ്ഞ് ഓണത്തിന്റെ സമയത്തിനാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അവിടെ ജിനി എന്ന് പറയുന്ന ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അവരെന്നെ ഓണത്തിന് ക്ഷണിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങള് ജിനിയുടെ വീട്ടിലേക്ക്, ആ അംബർനാഥിലുള്ള വീട്ടിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അവിടെ ചെന്ന് ഊണൊക്കെ കഴിച്ചിട്ട് എന്നോട് ജിനി പറഞ്ഞു, താണ്ട് ഞങ്ങളുടെ വീടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു പാസ്റ്ററും IPC പാസ്റ്ററും കുടുംബവുമാ, നമുക്ക് അവിടെയും കൂടെ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ. അന്നേരം അവിടെ ചെന്നപ്പോ എന്തോ വില്യം പാസ്റ്ററും അമ്മാമ്മയും ഹല്ലേലൂയ അവര് ചെന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറയുന്ന കേട്ടപ്പോഴേ ആ പാസ്റ്റർ മാമ ജിനിയോട് പറഞ്ഞു, അതെന്താ ഈ നോക്ക് നിന്റെ കൂട്ടുകാരി ബിനു ആണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറയുന്നുണ്ടല്ലോ, അതെന്തോ അങ്ങനെ എന്തെങ്കിലും പെന്തക്കോസ്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അന്നേരം അവൾ പറഞ്ഞായിരുന്നു, ഇത് ഹല്ലേലൂയ മർത്തോമേന്ന് പെന്തക്കോസ്തിൽ പോയതായിരുന്നു, പെന്തക്കോസ്തിന്റെ അനുഭവത്തിലൊക്കെ ഉള്ളയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ 2000 ഇവിടെ ഈ ബാണ്ടൂപ്പിന്ന് വസായിൽ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ചർച്ച് അന്വേഷിച്ചിട്ട്, അതായത് ആദ്യമേ തന്നെ ഇവിടെ മർത്തോമ ചർച്ചിൽ കടന്നുപോയി. മർത്തോമ ചർച്ചിൽ കടന്നുപോയപ്പോൾ നമുക്കറിയാം വസായിലെ മർത്തോമ ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഹല്ലേലൂയ മതിലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ഞങ്ങൾ ആദ്യമേ ചെന്നത് ഈ യാക്കോബ ഹല്ലേലൂയ ആ ചർച്ചിലേക്കാ ചെന്ന്. ഞങ്ങൾക്ക് ആദ്യമേ ചൊല്ലൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ. പിന്നെ ഞങ്ങൾ അടുത്തിരുന്നവരോട് ചോദിച്ചു, ഇത് ഏത് ചർച്ചാ? അന്നേരം അവർ പറഞ്ഞു യാക്കോബ ചർച്ചാന്ന് പറഞ്ഞു. അന്നേരം മർത്തോമ ചർച്ച് വേണ്ട അപ്പുറത്താണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹല്ലേലൂയ മർത്തോമ ചർച്ചിലേക്ക് ചെന്നപ്പോ അവിടെ ഇംഗ്ലീഷ് സർവീസാ. നമുക്കൊന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല. പിന്നീട് അതെല്ലാം കഴിഞ്ഞിട്ട് ആരും ഒന്നും സംസാരിക്കുന്നത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഒന്നും ആരാ എവിടുന്ന്
നന്ദി ഒന്നും ചോദിക്കുന്നേ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെ വന്നു. അന്ന് മോളും ഉണ്ട്. വന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു. അല്ലെങ്കിൽ അച്ചാച്ചൻ അന്ന് സൺഡേയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അച്ചാച്ചൻ സൂപ്പർവൈസറായിട്ടും ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ബസ്സയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അച്ചാച്ചന് സൺഡേയിലും കമ്പനി പോകണം. എനിക്ക് സൺഡേ ചുട്ടിയാ. എന്നിട്ട് ഈ മർത്തോമ ചർച്ച അവിടെ വരെ പോകാൻ ദൂരവുമാ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഹല്ലേലൂയ ഇവിടുന്ന് അതായത് ഞങ്ങള് വസൈയിൽ വന്നെന്നറിഞ്ഞപ്പോഴേ വില്യം പാസ്റ്റർ ആണെങ്കിൽ ഇവിടെയുള്ള ബാബുജി പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, വസൈയിൽ ഇതിനടുത്ത് വന്നിട്ടുണ്ട്, അവരെ ഒന്ന് പോയി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിലേക്ക് ബാബുജി പാസ്റ്ററും അമ്മാമ്മയും കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ പിന്നീട് ഇവിടെ നമ്മൾ ഇവിടെ വസൈയിലുള്ള IPC ചർച്ചിൽ ഞാനും മോളും പോകാൻ ഇടയായിത്തീർന്നു. അച്ചാച്ചൻ സൺഡേ ജോലിക്ക് പോകും. ഞങ്ങൾ ഇവിടെ അടുത്ത നമ്മുടെ ചർച്ചിനോട് ഇപ്പോൾ IPC ചർച്ചിനോട് അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഗോപാൽ ബിൽഡിംഗ് എന്ന് പറയും. അവിടെ താമസിക്കുന്നു. അടുത്ത് തന്നെ വീട്. ഞാനും മോളും സൺഡേ ആകുമ്പോൾ ഇവിടെ പോകും. പക്ഷെ മാലയും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ടാ പോകുന്നത്. എന്നിട്ട് ഞാനാണെങ്കിൽ അന്ന് വില്യം അത് കഴിഞ്ഞിട്ട് ബാബുജി പാസ്റ്റർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ വില്യം പാസ്റ്ററാണ് ഇവിടെ വരുന്നത്. അതായത് അമ്പർനാഥിൽ നിന്നും ഇവിടേക്ക് പിന്നെ ഈ വില്യം പാസ്റ്റർ ഇവിടെ വരുന്നത്. പാസ്റ്ററോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ സ്നാനപ്പെട്ടതൊക്കെയാ, പക്ഷേ നമ്മൾ ഈ മാലയും കമ്മലും ഒക്കെ ഇടുന്നോണ്ടൊന്നും നമുക്ക് തിരുവത്താഴൊന്നും തരുന്നില്ല. അതെനിക്ക് വളരെ വിഷമം തോന്നിയായിരുന്നു. എന്നും എല്ലാ സൺഡേയിലും പോകും, പക്ഷേ മറ്റുള്ള മീറ്റിങ്ങുകളൊന്നും അധികം പോകാൻ സമയം കിട്ടത്തില്ല, ഓഫീസിൽ പോകുന്നുണ്ട്. പിന്നെ കോട്ടേജ് പ്രെയർ ഒക്കെ അടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സമയം നോക്കി പോകാറുണ്ടായിരുന്നു. ഇങ്ങനെ പോയി ഹല്ലേലൂയ കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അച്ചാച്ചൻ പറയും, നീ പ്രേയറിന് പൊക്കോ, നീ മീറ്റിങ്ങിന് പൊക്കോ, ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല, എന്നെങ്കിലും ഞാൻ അങ്ങ് വന്നോളാം, ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ധൈര്യത്തോടെ എനിക്ക് മോക്കും പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് കഴിഞ്ഞ് ഹല്ലേലൂയ എൻ്റെ മോളുണ്ടാകുന്നത് 99-ലാണ്. 2003 ആയപ്പോൾ ഹല്ലേലൂയ മകൻ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എൻ്റെ മോനുണ്ടായി ഹല്ലേലൂയ. ആ സമയത്തിന് എനിക്ക്, അതായത് എൻ്റെ മോളുടെ സമയത്തും എനിക്കാണെങ്കിൽ അതായത് സ്റ്റിച്ചസ് ഒക്കെ ഇട്ട് അങ്ങനെയായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിലെ ടൈമിൽ വളരെ പ്രോബ്ലത്തിലൂടെ കടന്നു പോയിരുന്നായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ മോൻ്റെ സമയത്തിലും അങ്ങനെ സ്റ്റിച്ചസ് ഒക്കെ ഇടേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗ്നൻസിയിൽ വളരെയധികം പ്രോബ്ലത്തിലൂടെ ഒക്കെ കടന്നു പോയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്നും വസായിൽ നിന്നും ഞങ്ങൾ ഹല്ലേലൂയ എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കടന്നു പോകുന്നത് ഞാൻ ഹല്ലേലൂയ ഗാഡ് കൂപ്പറിലാണ് കടന്നു പോകുന്നത്. അന്ന് ബാണ്ടൂപ്പിലെ ആദ്യത്തെ ഡെലിവറി അവിടെ ഗാഡ് കൂപ്പറിലായതുകൊണ്ട് ഇതും അവിടെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. അങ്ങനെ നമുക്കറിയാമല്ലോ ഈ വസായിലും ഗാഡ് കൂപ്പറിലും ഏകദേശം 2 മണിക്കൂറിന്റെ യാത്രയോളം ഉണ്ട്. പ്രീതി മക്കളെ ഹല്ലേലൂയ എൻ്റെ ഡെലിവറി ടൈമൊക്കെ അടുത്ത് ഹല്ലേലൂയ ജൂൺ 29-നാണ് എൻ്റെ മോൻ ഉണ്ടാകുന്നത്. 2003 ജൂൺ 29 മകനുണ്ടായി. ഒരു 16 days ആയപ്പോൾ, ഒരു 16ാമത്തെ ദിവസം ആയപ്പോഴേ എനിക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ലതുപോലെ ബ്ലീഡിങ്, എന്താണെന്ന് അറിയത്തില്ല. അന്ന് എൻ്റെ അച്ചാച്ചൻ്റെ അമ്മയാണ് ആ സമയത്തിന് വന്നിട്ടുള്ള. ഞാൻ അച്ചാച്ചൻ ജോലിക്ക് പോയി. എൻ്റെ മോൾ അന്ന് നഴ്സറി പഠിക്കുന്നുണ്ട്. മോളെയും സ്കൂളിൽ വിട്ടു. അമ്മച്ചി രാവിലെ അമ്മച്ചി മോളെയും സ്കൂളിൽ വിട്ട് അച്ചാച്ചനും ജോലിക്ക് പോയി കഴിഞ്ഞു. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ നന്നായിട്ടാണല്ലോ ബ്ലഡ് പോകുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഉടൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ജോലിയിൽ ഒരേ ഓഫീസിലായതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ഞങ്ങളുടെ സേട്ടിന് തന്നെ വിളിച്ചു, സാർ ഇങ്ങനെ എനിക്ക് പ്രോബ്ലം ഉണ്ട്. അതും സാർ ആണെങ്കിൽ കുമാർ സാർ എന്ന് പറയും. സാർ മലയാളിയാണ്. ഹല്ലേലൂയ. അത് പാർട്ണർഷിപ്പ് കമ്പനിയാണ്. 3 പേരുണ്ട്. ബാബു ജോസഫ്, കുമാർ സാറ്, മുത്തുസ്വാമി, അങ്ങനെ 3 പേര് ചേർന്ന് പാർട്ണർഷിപ്പ് കമ്പനിയാണ്. അന്നേരം ഞാൻ കുമാർ സാറിനോട് വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. അന്നേരം ഉടൻ തന്നെ അച്ചാച്ചനെയും അവിടെ നിന്ന് സാറിന്റെ വണ്ടിയും ഡ്രൈവറെയും അവിടുന്ന് ബ്ലെനി എന്ന് പറയുന്ന മാഡത്തിനെയും കൂട്ടി ഇവിടേക്ക് വിട്ടു. നിങ്ങൾക്ക് ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞത് ഗാഡ് കൂപ്പറിലാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വസായിൽ ആ സമയത്തിന്. പക്ഷെ രാവിലെ ഇങ്ങനെ ബ്ലഡ് ഒക്കെ പോയപ്പോൾ ഉടനെ അവിടെ വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ വസായിൽ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വസായിൽ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഹല്ലേലൂയ ശ്രദ്ധ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കടന്നു പോകാൻ ഇടയായി. നെവർഷെയിനിലുള്ള അവിടെ കടന്നുപോയി. അവർ രാവിലെ ചെന്നു.
കൊണ്ടുപോയി എല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവരെ ക്ലീനൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ഒരു 7 മണി ആയപ്പോഴത്തേക്ക് എന്നെ ഭവനത്തിലേക്ക് വിടുവാനിടയായി തീർന്നു. പ്രീതി മക്കളെ, ഹല്ലേലൂയ. ഭവനത്തിൽ കടന്നു വന്നു. ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. സ്വല്പം കഴിഞ്ഞൊരു ഏകദേശം ഒരു 11:30-12 മണിയോളമായി കാണും. ആ സമയമൊക്കെ ആയപ്പോൾ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുവാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നത് മാത്രം എനിക്കറിയാം. പിന്നെ ഒന്ന് നോക്കി സ്വല്പം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കയ്യിൽ നിന്ന് എടുത്തു ഇങ്ങനെ നിൽക്കാൻ നേരം എൻ്റെ കുടത്തിൽ നിന്ന് എങ്ങനെ നമ്മള് വെള്ളം എടുത്തൊഴിക്കുന്നു അതുപോലെ എൻ്റെ ബ്ലഡ് പോകാൻ ഇടയായിരുന്നു. ഒന്നും എനിക്ക് അറിയത്തില്ല. എത്ര പെട്ടെന്ന്, ഹല്ലേലൂയ, വളരെയധികം ബ്ലഡ് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നതിന്റെ കൂട്ട്. അന്നേരത്തേക്ക് അവരെല്ലാവരും ഉറങ്ങുക. ഞാൻ ഉടനെ അച്ചാച്ചനെയും അമ്മച്ചിയും വിളിച്ചു. അത് അച്ചാച്ചൻ കണ്ടപ്പോഴത്തേക്ക് ആകെ അങ്ങ് വേവലാതി, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ആള് ബാത്റൂമിൽ പോന്നു, ടോയ്ലറ്റിൽ പോന്നു. എൻ്റെ അമ്മച്ചി കണ്ടിട്ട് അതിലും അധികം വെപ്രാളമാകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രയാസപ്പെട്ടിരുന്നപ്പോഴേ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന തന്നെ സതീഷ് എന്ന് പറയുന്ന ഹല്ലേലൂയ ഒരു എഞ്ചിനീയർ ഞങ്ങളുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അച്ചാച്ചൻ ഓടിപ്പോയി ഹല്ലേലൂയ സതീഷിനെ വിളിച്ചുകൊണ്ട് വന്നു. വിളിക്കുകയും പിന്നെ നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെ തന്നെ ഹല്ലേലൂയ ഒരു ഓട്ടോക്കാരൻ, അന്ന് യാദൃശ്യ ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഫ്ലാറ്റിലുള്ളവരുമായിട്ടൊന്നും അത്രയ്ക്ക് ബന്ധമൊന്നും ഇല്ല. പക്ഷെ ഫേബയുടെ പേര് പറയുമ്പോൾ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഞങ്ങളുടെ പേര് പറഞ്ഞാൽ അറിയത്തുമില്ല. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ ഓട്ടോക്കാരന് എങ്ങനെയോ അച്ചാച്ചൻ അന്ന് ജൂലൈ മാസം നോക്കിക്കൊണ്ട് ഒരു മഴയുടെ ടൈമൊക്കെയാ. ആ ഓട്ടോക്കാരനെ എങ്ങനെയോ വിളിച്ചുണർത്തി എങ്ങനെയോ ആ ഓട്ടോയിൽ പോകുമ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആ എല്ലാ സ്റ്റെപ്പേലല്ല ഞാൻ 2 ഷീറ്റൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടാ ഞാൻ ബെഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. പക്ഷെ ആ സ്റ്റെപ്പേലെല്ലാം ബ്ലഡ്. എന്തു ചെയ്യും? രാവിലെയൊക്കെ ആയപ്പോൾ എല്ലാവരും ഇതെന്താന്ന് ചോദിക്കുന്നു. പിന്നീട് എല്ലാവർക്കും അറിയുന്ന ഇങ്ങനെയൊക്കെ കുഴപ്പമാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ചെന്നപ്പോ ആ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള നഴ്സ് എന്നെ കേട്ടത്തില്ല. അവര് കണ്ടപ്പോൾ ആകെ ഭയന്നു പോയി. ഇത് ഇത്രയും ബ്ലഡുമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒക്കത്തില്ല. ഞാൻ തന്നെ പറഞ്ഞു, ഞാനാണെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ഡിസ്ചാർജ്, ഞാൻ രാത്രിയിലാണ് എനിക്ക് ഡിസ്ചാർജ് തന്നു പോയതാ, നിങ്ങൾ ഡോക്ടറെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം അവിടെ ഹല്ലേലൂയ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും അവിടുത്തെ തന്നെ ഹല്ലേലൂയ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് അവർ രണ്ടുപേരും ഹല്ലേലൂയ വിളിച്ചു ഉണർത്തി വന്ന് കണ്ടപ്പോഴ് വളരെയധികം, അന്നേരത്തേക്ക് ഏകദേശം 12-1 മണിയോളമൊക്കെ ആയി. കണ്ട് അവർ ആകെ അമ്പരന്ന് പോയി. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ബ്ലഡ് പോയിക്കൊണ്ടേ ഇരിക്കുക. അവർ ഡിസ്ചാർജ് തന്ന് എന്നെ 7 മണിക്കാ വിട്ടത്. ഇത്ര പെട്ടെന്ന് ഇതായപ്പോഴത്തേക്ക് അവരാകെ പേടിച്ചു പോയി. ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് അവരാൽ ആകുന്നത്ര നോക്കുന്നു. ഉടൻ തന്നെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അച്ചാച്ചനാണെങ്കിൽ ഞങ്ങളുടെ അന്നേരത്തേക്ക് ചർച്ചിൽ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലിയുള്ള ഹല്ലേലൂയ ഷാജി ജോർജ് എന്ന് പറയുന്ന ഹല്ലേലൂയ കൂട്ടുകാർ, ഇന്ന് ഞങ്ങളെല്ലാം ഒരേ ചർച്ചിൽ തന്നെയാണ്. ഹല്ലേലൂയ അവരെയൊക്കെ വിളിച്ച് അടുത്തുള്ളതാണ്ട് അവരൊക്കെ വരുവാനൊക്കെ ഇടയായി തീർന്നു. പിന്നെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നമ്മുടെ ഫ്ലാറ്റിലെ തന്നെയുള്ള ഒരു ഹല്ലേലൂയ പേരും ശശി ഹല്ലേലൂയ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മോതിരം പണയം വെച്ചിട്ട്, അതായത് മോതിരം കൊടുത്തിട്ട ആ ടൈമിൽ ഹല്ലേലൂയ ബ്ലഡ് വാങ്ങിക്കുന്നത്. അന്ന് ബ്ലഡ് ബാങ്കിൽ ഇരിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ IPC ചർച്ചിലുള്ള ജെയിംസ് എന്ന് പറയുന്ന ഹല്ലേലൂയ ആ സഹോദരനാ. പക്ഷേ എൻ്റെ പേരൊന്നും അവിടെ ചെന്നപ്പോ പറയുന്നില്ല. എൻ്റെ അച്ചാച്ചനെ അങ്ങനെ ആ ജെയിംസ് എന്ന് പറയുന്ന ബ്രദറിന് അറിയത്തില്ല. അങ്ങനെ അവര് മോതിരമൊക്കെ കൊടുത്ത് ബ്ലഡ് കൊണ്ടുവരുന്നു. എനിക്ക് ബ്ലഡ് പോയിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റിലായപ്പം ഡോക്ടർ ആകുന്ന നോക്കുക, എന്തെല്ലാം നോക്കിയിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരു നഴ്സുണ്ട്, സാലമ്മ എന്ന് പറഞ്ഞ്. ആ സിസ്റ്റർ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലൊന്നുമില്ല, അവരുടെ വീട്ടിലാ. അവർക്കും എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു മകളുണ്ട്, അന്ന് നഴ്സറി പഠിക്കുന്നത്. ആ മകളുമായിട്ട് അവരുടെ വീട്ടിലാ. പക്ഷെ അവരെ വരുത്തിച്ചു. അവർക്കാവുമ്പോൾ കുറെ കൂടെ മനസ്സിലാകും അറിയുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ ആ രാത്രിയിൽ 12-1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിളിപ്പിച്ച് ഹല്ലേലൂയ വരുത്തി. അവർ നോക്കിയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, നിങ്ങൾ അറിയിപ്പിക്കേണ്ടവരെല്ലാം അറിയിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചിയും വീട്ടിൽ നിന്ന് വന്ന് അമ്മച്ചി പറഞ്ഞല്ല, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മോളെ എനിക്ക് കിട്ടണം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ മോളെ എനിക്ക് കിട്ടണം. അവരാകുന്നത്ര നോക്കുന്നു. എനിക്കറിയാം ആ സമയത്തിന് എൻ്റെ ഹല്ലേലൂയ തല കിടന്ന് കറങ്ങുക. എവിടെയോ ഞാനങ്ങ് പോയി.
അതെനിക്കറിയാം. ഞാൻ മരിച്ച് എങ്ങാണ്ട് അങ്ങ് പോകുന്നതിന്റെ കൂട്ടം എനിക്ക് തോന്നുക. മരണത്തിന്റെ അത് കണ്ട് ഇങ്ങനെ കറങ്ങി 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 ഞാൻ നിൽക്കുക ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് നല്ല ബോധവും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പക്ഷെ ഞാൻ കറങ്ങി, എൻ്റെ തലയെല്ലാം അങ്ങ് കറങ്ങുക. എന്താണെന്ന് അറിയത്തില്ല. ബോധം എല്ലാം നന്നായിട്ട് അറിയാം. അവരെന്തൊക്കെ ചെയ്യുന്നു പറയുന്നു എല്ലാം നന്നായിട്ട് അറിയാം. പിന്നെ ലാസ്റ്റിൽ അവർ തീരുമാനമെടുത്തു, ഹല്ലേലൂയ, നിങ്ങൾ ബോംബെ ഹോസ്പിറ്റൽ എവിടെയെങ്കിലും കൊണ്ടുപോകണം, ഇവിടെ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ലീലാവതി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാൻ വേണ്ടി ആംബുലൻസ് ഒക്കെ തയ്യാറാക്കി. അവിടെ നമുക്കറിയാമല്ലോ, ലീലാവതി ഹോസ്പിറ്റലിൽ ചെല്ലണമെങ്കിൽ 50,000 ആദ്യമേ ഡിപ്പോസിറ്റ് ചെയ്യണം. അന്ന് ഞങ്ങൾ ആ സമയത്തിനാണ് ഞങ്ങളൊരു പുതിയ ഭവനം വാങ്ങിക്കാൻ വേണ്ടി, അത് എൻ്റെ ഡെലിവറിയും കഴിഞ്ഞു, ഈ ഭവനത്തിന് വേണ്ടി ഡിപ്പോസിറ്റും കൊടുക്കുന്ന ആ സമയമൊക്കെ പൈസ കയ്യിലൊന്നുമില്ല. ഉടൻ തന്നെ ഞങ്ങൾ ഹല്ലേലൂയ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് സാറുമായിട്ടൊക്കെ പറഞ്ഞ്, സാറ് തന്നെ മുത്തുസ്വാമി എന്ന് പറഞ്ഞ സാറ് ഏകദേശം 3-4 മണിയൊക്കെ ആവുന്നു രാവിലെ. ആ സമയത്തിന് സാർ 50,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ലീലാവതി ഹോസ്പിറ്റലിൽ നോക്കി നിൽക്കുന്ന അവസ്ഥ. പ്രിയമക്കളെ, ഒരു കാര്യം, എനിക്ക് എന്നെ ഇവിടുന്ന് ആംബുലൻസിൽ നിന്ന് ഇവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. നന്നായിട്ട് എനിക്കറിയാം. എൻ്റെ അച്ചാച്ചൻ എൻ്റെ കാലിൻ്റെ അവിടെ തിരിപ്പുണ്ട്. ഈ ഹസ്ബൻഡാണ് വൈബ് ഡോക്ടർ, രണ്ടുപേരും ആംബുലൻസിലുണ്ട്. നന്നായിട്ട് ഇവര് മാസ്ക് ഒക്കെ വെച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുക, ഓക്സിജനൊക്കെ തന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ കൂടെ. ആ പാട്ട എപ്പോഴും എൻ്റെ മനസ്സിൽ അത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് നല്ല ഓർമ്മയുമാ, നന്നായിട്ട് അറിയാം. ഈ ഹസ്ബൻഡും ഹല്ലേലൂയ ഡോക്ടർമാർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലിരുന്ന് ഛർദ്ദിക്കുകയും എല്ലാം ചെയ്യുക. എനിക്കതെല്ലാം അറിയാം. അവരാകെ വെപ്രാളപ്പെട്ട് അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, ഞാൻ മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നതായിട്ട് അവർ ആ ഒരു ചിന്തയില്ല. പക്ഷേ എൻ്റെ അപ്പനറിയാം, നിന്നെ ഈ അവസ്ഥയിലൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നീ കുടുംബമായിട്ട് ദൈവസന്നിധി കടന്നു വരികയുള്ളൂ എന്ന്. ഞാൻ എൻ്റെ മനസ്സിലൂടെ എൻ്റെ അപ്പനുമായിട്ടുള്ള ആ ബന്ധത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. പ്രീതി മക്കളെ, ഹല്ലേലൂയ, ഏകദേശം 4-5 മണിയോളം അടുപ്പിച്ചു ഹല്ലേലൂയ ഈ ആംബുലൻസിൽ അവിടെ ഹല്ലേലൂയ എന്നെ എത്തിക്കുവാൻ വേണ്ടി. അന്ന് നല്ല മഴയുടെ സമയം. എനിക്ക് നന്നായിട്ട് ഓർമ്മ. എൻ്റെ മനസ്സെല്ലാം, എൻ്റെ ഹല്ലേലൂയ ഉള്ളിലെല്ലാം ഉണ്ട്. ഹല്ലേലൂയ ഇങ്ങനെ പോകുന്നതെല്ലാം ഞാൻ കണ്ടുകൊണ്ടാ പോകുന്നത്. അച്ചാച്ചൻ ചത്ത ശവം പോലെ ഇരിക്കുന്നതും എല്ലാം അറിയാം. ഒരു മിനിറ്റ്, സ്തോത്രം. ഇങ്ങനെ ഈ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ അവിടെ ചെല്ലുമ്പം 50,000 ഡിപ്പോസിറ്റ് ചെയ്തിട്ട് മുത്തുസ്വാമി സമർ ഹല്ലേലൂയ അവിടെ നോക്കി നിൽക്കുകയാണ്. പ്രീതി മക്കളെ, ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ അവിടെ അഡ്മിഷനൊക്കെ ലഭിച്ച് കിട്ടി. അന്ന് ഹല്ലേലൂയ പല ഡോക്ടർമാരും എന്നെ നോക്കി. എനിക്കറിയാം ഏകദേശം 19ഓളം ഡോക്ടർമാർ എന്നെ നോക്കുക. ഹല്ലേലൂയ എല്ലാം എന്നെ എനിക്ക് നന്നായിട്ട് എല്ലായിടും കുത്തി ഇഞ്ചക്ഷൻ എടുക്കുന്നു, എല്ലാം ബ്ലഡ് നോക്കുന്നു, എടുക്കുന്നു, തരുന്നു. എന്ത് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. ബ്ലഡ് തരിക, അത് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ലാസ്റ്റിലാണ് ഹല്ലേലൂയ വിലാസ് ദാനു എന്ന് പറയുന്ന ഡോക്ടർ കടന്നു വരുന്നത്. അദ്ദേഹം എപ്പോഴും എബ്രോഡിൽ പോകുന്നതാ. അന്നത്തെ ദിവസം ഹല്ലേലൂയ അവിടെ കാണുവാനിടയായി തീർന്നു. ലാസ്റ്റ് ഏകദേശം ഒരു 12 മണിയോളം അടുത്തു. ഹല്ലേലൂയ ആ സമയം ആകുമ്പോഴത്തേക്കും എൻ്റെ ഓഫീസിൽ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഏകദേശം ഹല്ലേലൂയ 13 വർഷത്തോളം ഈ ഓഫീസിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തത് അക്കൗണ്ടന്റ് ആയിട്ട്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അന്നത്തെ ദിവസം ഓഫീസിലുള്ളവരൊന്നും ഫോൺ എടുക്കത്തില്ല. ബിനു മരിച്ചോ, ബിനു എന്തോ അവർ ആർക്കും ഫോൺ എടുക്കാനോ അവർക്ക് മിണ്ടാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. സേട്ടായാലും എല്ലാവരും വളരെയധികം. അത് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലും ഒത്തിരി ആൾക്കാർ കടന്നു വന്നു. എൻ്റെ സുഹൃത്തുക്കൾ ഓഫീസിലുള്ളതായാലും എൻ്റെ റിലേഷനിലുള്ളവരായാലും എൻ്റെ ചർച്ചിൽ ഞങ്ങൾ പോകുന്ന അവര് പിന്നെ പറയുന്ന എൻ്റെ ഈ വിഷയം കേട്ട ഉടനെ മുട്ടുമടക്കിയെന്ന് ഓരോരുത്തർ പറയുന്നത്. എന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ച അനേകരുണ്ട്. ഹല്ലേലൂയ അതൊക്കെ ഓർക്കുമ്പോൾ, കർത്താവപ്പച്ചൻ ചെയ്യുന്ന ഉപഹാരങ്ങൾ ഓർക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മറക്കുവാൻ ഇടയാവത്തില്ല. ഹല്ലേലൂയ പ്രീതിമക്കളെ, അനേകരെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അതിനുവേണ്ടി ദൈവത്തിന് സ്തുതിക്കുന്നു. 12 മണി ആയപ്പോഴേ ഹല്ലേലൂയ ലാസ്റ്റിൽ
എൻ്റെ ഇടത്തെ കയ്യിൽ നിന്നും സൈൻ വാങ്ങിച്ചു, അച്ചാച്ചന്റെ കയ്യിൽ നിന്നും സൈൻ വാങ്ങിയിട്ട് ഹല്ലേലൂയ അവര് പറഞ്ഞു ജസ്റ്റ് ഒരു ഒന്ന് ഞങ്ങൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു, ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഊപ്പർ വാലേസെ ഹല്ലേലൂയ തുംലോ ബാത് കരോ. ഒത്തിരി പേര് അന്നേരത്തേക്കൊക്കെ ഹല്ലേലൂയ കടന്നു വരികയൊക്കെ ചെയ്തു. അച്ചാച്ചനും അവിടെ ഹല്ലേലൂയ ഒന്നും വയ്യാത്ത ആ അവസ്ഥയിൽ നിൽക്കുന്നത് എനിക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊണ്ടു ചെന്നപ്പോൾ ഹല്ലേലൂയ അവര് നോക്കി, എനിക്കറിയാം ബ്ലഡ് തന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ തിയേറ്ററിൽ കൊണ്ടു ചെന്ന് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. നോക്കൂ, എനിക്ക് ഏകദേശം 31 വയസ്സേ ഉള്ളൂ. ഹല്ലേലൂയ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തപ്പോഴാണ് ഹല്ലേലൂയ എൻ്റെ ബ്ലഡ് നിൽക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ മക്കളെ ഹല്ലേലൂയ അന്ന് എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ 16 ദിവസം ആയതേ ഉള്ളൂ. എൻ്റെ അമ്മയും ആ കൊച്ചു കുഞ്ഞുമായിട്ടാണ് ഹല്ലേലൂയ എൻ്റെ ഈ വീട്ടിലുള്ളത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭാഷ അറിയത്തില്ല. എൻ്റെ കൊച്ചു കുഞ്ഞു മൂത്ത മകള് നഴ്സറി പഠിക്കുന്ന മോള് ഹല്ലേലൂയ എന്തോ അറിയാം, ആരും ഒരു സഹായം അന്നൊന്നും ഞങ്ങൾ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഫ്ലാറ്റിലുള്ളവരുമായിട്ടൊന്നും അത്രയ്ക്ക് ബന്ധമില്ല. പക്ഷേ അന്നെല്ലാം ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ചർച്ചിലുള്ള ഹല്ലേലൂയ വില്യം പാസ്റ്ററും അമ്മാമ്മയും അവരൊക്കെ ഹല്ലേലൂയ ചർച്ചിലുള്ളവർ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുകയും അന്ന് കുഞ്ഞിന് പാലൊന്നും കൊടുക്കുക എല്ലാതിനെപ്പോഴത്തെ ഹല്ലേലൂയ അവര് പാൽപ്പൊടിയെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും അമ്മച്ചിക്ക് അരി വാങ്ങിക്കൊടുക്കുകയും എല്ലാം ചെയ്യുവാൻ അന്ന് സഹായിക്കുവാൻ വേണ്ടി ചർച്ചിൽ നിന്നും ഹല്ലേലൂയ എൻ്റെ സഹോദരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പ്രീതി മക്കളെ 16 ദിവസം ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണ് എൻ്റെ അമ്മ നോക്കിയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവിടെയും കൂടെയിരുന്നു. ഏകദേശം ഹല്ലേലൂയ 4-5 ദിവസം ഞാൻ ഹല്ലേലൂയ ICUവിൽ കിടക്കുവാൻ ഇടയായിത്തീർന്നു. ICUവിൽ കിടന്നപ്പോൾ പലരും എന്നെ കാണാൻ കടന്നു വന്നപ്പോൾ അവരെല്ലാം ഹല്ലേലൂയ പറയുകയാണ്, ബിനുവിനെ കാണുമ്പോൾ ഞങ്ങൾ പേടിച്ചു പോവുകയായിരുന്നു. അത്രയ്ക്ക് ഹല്ലേലൂയ ഈ ട്യൂബുകളെല്ലാം ഘടിപ്പിച്ച് ഇങ്ങനെ ഇടുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും അന്ന് ഇവിടെ എൻ്റെ നെക്കിന്റെ അവിടെ ഇങ്ങനെ ഹല്ലേലൂയ കുഴിച്ച് ഹോളുണ്ടാക്കിയിട്ട് അതിലൂടെയായിരുന്നു എനിക്ക് മരുന്നൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കയ്യിലെല്ലാം എനിക്ക് എപ്പോഴും ഓർമ്മ നന്നായിട്ട് കറുത്ത് ബ്ലാക്ക് ആയിട്ട് എൻ്റെ കൈയെല്ലാം കിടക്കുക. ഹല്ലേലൂയ ഒത്തിരി മരുന്നൊക്കെ തന്നതിൻ്റെയും ആ കുത്തിവെച്ചതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും മധ്യത്തിലും. പക്ഷേ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ അവിടെ എല്ലാം 4 ദിവസം ഹല്ലേലൂയ ICUവിൽ കിടന്നിട്ട് ഏകദേശം 7 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കുവാൻ ഇടയായിരുന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ ഹല്ലേലൂയ 2 lakhിന്റെ സംതിങ്ങിൽ എനിക്ക് ബില്ല് വരുവാൻ ഇടയായിത്തീർന്നായിരുന്നു. അതായത് അന്ന് 2,25,000 സംതിങ് ആണ് ബില്ല് വന്നത്. പക്ഷേ 1,90,000 ബില്ല് ഒതുക്കി തന്ന കാരണം എനിക്ക് വേണ്ടി ബ്ലഡ് തരുവാൻ വേണ്ടി അനേകർ കടന്നു വന്നായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അപ്പൻ ആർക്കും കടക്കാരനല്ല. ഫസ്റ്റ് ഡേയിൽ ഈ 1,90,000 ബില്ല് കിട്ടിയപ്പോൾ കർത്താപ്പച്ചൻ എത്ര നല്ലവനാ. അപ്പൻ ആർക്കും കടക്കാരനല്ലല്ലോ. ഹല്ലേലൂയ സകലത്തിന്റെ ഉടയവനായ കർത്താപ്പച്ചൻ നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഹല്ലേലൂയ കർത്താപ്പച്ചൻ അവിടെയും കരുതി. അനേകർ എന്നെ സഹായിച്ചു, അനേകർ എനിക്ക് കടന്നു വന്ന് ബ്ലഡ് തന്നു. പക്ഷേ എൻ്റെ അപ്പൻ ഹല്ലേലൂയ എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ ഹല്ലേലൂയ ഇടയായിത്തീർന്നു. അന്ന് ഹല്ലേലൂയ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ തിയേറ്ററിലൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ ഹല്ലേലൂയ കയ്യിലെല്ലാം 4 വളയുണ്ടായിരുന്നു. 2 മോതിരം, മാലയും കമ്മലും എല്ലാം ഇട്ടോണ്ടാണ് ഞാൻ പോയത്. പക്ഷെ വളയൊന്നും ഊരാൻ പറ്റുന്ന അന്നേരത്തേക്ക് അല്പം നീരൊക്കെ വെച്ച് ഹല്ലേലൂയ കൈ വള 4 എണ്ണം എൻ്റെ കട്ട് ചെയ്ത് കൊടുത്തു. മോതിരം 2 എണ്ണം കട്ട് ചെയ്ത് കൊടുത്തു. ഈ കമ്മലും ഊരി മാലയും ഊരിയെല്ലാം അച്ചാച്ചനെ ഏൽപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ അന്ന് അത് ഊരിക്കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഹല്ലേലൂയ അത് ഉപയോഗിക്കാതെ പിന്നീട് അതേ രീതിയിൽ തന്നെ നടക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നീട് ഹല്ലേലൂയ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രീതി മക്കളെ ഹല്ലേലൂയ ഒരാഴ്ചയോളം ഈ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു 3.5 ലക്ഷം രൂപയോളം എനിക്ക് ബില്ല് വന്നെല്ലാം കൂടെ, അതായത് ഈ ബ്ലഡ് തന്നതെല്ലാം ഹല്ലേലൂയ മൈനസ് ചെയ്തതിന് ശേഷം 3.5 ലക്ഷത്തോളം എനിക്ക് ഹല്ലേലൂയ ബില്ല് വന്നെങ്കിലും എൻ്റെ അപ്പൻ അവിടെ എല്ലാം കരുതി. എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഹല്ലേലൂയ മറ്റു സഹോദരങ്ങളെ പലരും എന്നെ സഹായിച്ചു. ഞങ്ങൾ അതിലൊന്നും ഒരു പൈസ പോലും ഞങ്ങൾക്ക് കടമായി തീരുവാനോ ഒന്നും അനുവദിച്ചില്ല. കർത്താവ് എത്ര നല്ലവൻ. ഹല്ലേലൂയ കർത്താവിന്റെ അത്ഭുതകരം അവിടെ കാണുവാൻ ഇടയായി തീർന്നു. അത് മാത്രമല്ല ഈ തിയേറ്ററിലൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ഹല്ലേലൂയ എൻ്റെ അച്ചാച്ചനൊക്കെ എത്ര മാത്രം നിന്നെന്ന് ഹല്ലേലൂയ അപ്പച്ചന് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ ഹല്ലേലൂയ ഒന്നും നന്നായിട്ട് ഹല്ലേലൂയ
ഹല്ലേലൂയ ഒന്നും ഇത് പറഞ്ഞു കൊടുക്കുവാൻ ഒന്നും ആരും ഇല്ലാത്ത ആ ഒരു സ്ഥിതിയൊക്കെയാ. പക്ഷെ ഇന്നാണെങ്കിൽ നമുക്കറിയാം കർത്താവ് നമ്മെ ബലപ്പെടുത്തും. എൻ്റെ യേശു അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശക്തിപ്പെട്ട് വാക്യങ്ങളൊക്കെ പറഞ്ഞ് അതിലൊക്കെ ശക്തിപ്പെടുവാൻ കഴിയും. പക്ഷെ അന്ന് മർത്തോമയിലെ ഇതിലാണ് ഹല്ലേലൂയ. പക്ഷേ അന്ന് വാക്യങ്ങളൊന്നും പറഞ്ഞ് ശക്തിപ്പെടുവാനുള്ള ആ ഒരു കഴിവൊന്നും എൻ്റെ അച്ചാച്ചന് ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ കർത്താപ്പച്ചൻ അവിടെയൊക്കെ നിലനിർത്തി. എന്തിനാ? യേശുപ്പൻ ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ കർത്താപ്പച്ചൻ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഞാൻ 92 സ്നാനപ്പെട്ടതാ. പിന്നീട് ഹല്ലേലൂയ ആ ഒരു രീതിയിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ കർത്താപ്പച്ചനെ ഈ മരണത്തിന്റെ അവസ്ഥയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ബിനുവിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകത്തുള്ളൂ എന്ന് അപ്പൻ അറിയാം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ശോധനയിലൂടെ കടത്തിവിട്ട് ഹല്ലേലൂയ എൻ്റെ അപ്പൻ എന്നെ കൊണ്ടുവന്നു. പ്രീതി മക്കളെ, ഹല്ലേലൂയ ഏകദേശം ഒരാഴ്ചയോളം അവിടെ കടന്ന് വീട്ടിൽ നിന്ന് ഇവിടെ കടന്നു വന്നുവെങ്കിലും ഹല്ലേലൂയ അവിടെയും എൻ്റെ കർത്താപ്പച്ചൻ എന്നെ കാത്തു പരിപാലിച്ചതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അമ്മച്ചി എൻ്റെ മകളെയും ഇവിടെ കാത്തു പരിപാലിപ്പാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ഹല്ലേലൂയ. അപ്പൻ ഹല്ലേലൂയ വേണ്ടുന്നവരെ അവിടെ കർത്താപ്പച്ചൻ ഒരുക്കി തരും. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ എൻ്റെ സാക്ഷ്യം, ഒരു ജീവിതത്തിൽ ഹല്ലേലൂയ ആരെങ്കിലും ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരും പരിഭവിക്കരുത്. ഹല്ലേലൂയ കർത്താപ്പച്ച പല ശോധനയിലൂടെ കടത്തി വിട്ടിട്ടായിരിക്കും കർത്താപ്പച്ചന് വേണ്ടി നേടിയെടുക്കുന്നത്. അത് ശക്തിയോടെ നമ്മൾ എങ്ങനെയെങ്കിലും അത് നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധി നമ്മൾ തന്നെ അത് വിചാരിച്ച് അതിൽ ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്താ പറഞ്ഞേ, ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എനിക്ക് വലിയ ആഗ്രഹമാണ് ഹല്ലേലൂയ ദൈവസന്നിധി സാക്ഷ്യം പറയണം, കർത്താവിന്റെ മകളായിട്ട് ജീവിക്കണം, അപ്പന് വേണ്ടി ജീവിക്കണം എന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിലൂടെ കടത്തിവിട്ടപ്പോൾ പ്രീതി മക്കളെ ഹല്ലേലൂയ ഈ 97 കഴിഞ്ഞു, 2000 കഴിഞ്ഞു, 2003 കഴിഞ്ഞു. ഹല്ലേലൂയ ഇന്നത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവസന്നിധിയിലായിത്തീരുന്നു. പ്രീതി മക്കളെ, ഹല്ലേലൂയ ആ കൊച്ചു പ്രായത്തിൽ തന്നെ കർത്താപ്പച്ചന്റെ സന്നിധി ഞങ്ങൾ ഹല്ലേലൂയ കുടുംബമായിട്ട് കർത്താവിന്റെ സന്നിധി ഞങ്ങൾക്ക് ആയിത്തീരുവാനിടയായി. അതായത് ഈ 2003 കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ കാര്യത്തിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൂടുതലായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് ഞാൻ ജോലിക്ക് കടന്നു പോകുമ്പോൾ ഈ മാലയും കമ്മലും ഒന്നും ഇടാതെയാ പിന്നീട് ജോലിക്ക് കടന്നു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഈ കുമാർ സാർ തന്നെ പറയും, എടി നീ എന്താ ഈ ചത്ത ശവം പോലെ വന്നിരിക്കുന്നത്, നീ ഇങ്ങനെ വന്നിരുന്നാൽ ഒക്കത്തില്ല, നീ ഇന്ന് ഹല്ലേലൂയ ഇതൊക്കെ ഇട്ടോണ്ട് വരണം. ഞാൻ പറഞ്ഞു, സാർ ഇനി ഞാൻ ഒരിക്കലും ഇത് ഇട്ടുകൊണ്ട് വരത്തില്ല, പക്ഷെ സാറിനുള്ള ജോലിയെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ, അത് പോരാ. അല്ല, നമുക്കറിയാമല്ലോ ബോംബെയിലെ ഹല്ലേലൂയ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ എങ്ങനെയാ കടന്നു വരുന്നതെന്ന് അറിയാമല്ലോ. പക്ഷെ നീ ഇങ്ങനെ കടന്നു വന്നാൽ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒക്കത്തുള്ളൂ സാർ, ഞാൻ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ, ജോലിയെല്ലാം ചെയ്തുതരാം. പക്ഷെ ഞാൻ കുറച്ചു നാൾ മാത്രമേ പിന്നീട് ഹല്ലേലൂയ ജോലി ചെയ്തോളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ ഹല്ലേലൂയ ബുദ്ധിമുട്ട് കൊണ്ടും ഹല്ലേലൂയ ടൈം എനിക്ക് ശരിയാവുന്നില്ലായിരുന്നു. 9 മണിയാകുമ്പോൾ തന്നെ ജോലിക്ക് കടന്നു പോകണം, കുഞ്ഞുങ്ങളുടെ 2 പേരെ കാര്യം നോക്കണം, എല്ലാം കൂടെ ആയപ്പോടെ ഞാൻ തന്നെ ജോലി അങ്ങ് വിടുവാനിടയായി തീർന്നു. പ്രീതി മക്കളെ, ജോലി വിടുന്ന സമയത്തിന് എൻ്റെ ഈ ബ്ലെനി എന്ന് പറഞ്ഞ എന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുവന്ന ഹല്ലേലൂയ എൻ്റെ ആ സമയത്തിന് എനിക്ക് സഹായിയെ തീർന്ന ബ്ലെനി എല്ലാവരും എന്നോട് ചോദിച്ചു, നിനക്ക് ബോറടിക്കത്തില്ലേ, നീ വീട്ടിലിരുന്ന് എന്തോ ചെയ്യും? ഹല്ലേലൂയ. പ്രീതി മക്കളെ നോക്കണേ, എനിക്ക് ബോറൊന്നും ആയില്ല. ഈ ഹല്ലേലൂയ ജോലി വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹല്ലേലൂയ ഇവിടെ IPC ചർച്ചിൽ ഞാൻ പോകുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ഹല്ലേലൂയ വീടിന്റെ ചുറ്റുപാടിലുള്ള 4-5 സഹോദരിമാരുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഹല്ലേലൂയ രാവിലെ ഞങ്ങളുടെ അച്ചായന്മാരെ എല്ലാം ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ സ്കൂളിലും ജോലിക്കും എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഒരു ഹല്ലേലൂയ ഓരോ ഭവനത്തിൽ ഞങ്ങൾ 9:30-10 മണിയാകുമ്പോൾ മീറ്റിംഗ് കൂടും. രാവിലത്തെ മീറ്റിംഗ് ഹല്ലേലൂയ അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാന്, പാടാന്, പ്രസംഗിക്കുവാനൊക്കെ ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു. ഒരു ദിവസം പോലും ഹല്ലേലൂയ അത് മുടക്കം വരാറെ നടത്തിക്കൊണ്ടുപോകാനിടയാക്കി തീർന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആ സമയങ്ങളിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടിയായിരുന്നു. അന്ന് പല ഭവനങ്ങളിൽ ഞങ്ങൾ അത് പ്രയർ നടത്തുമ്പോൾ പലർക്കും ഹല്ലേലൂയ അതിശയമാകുമാറ് ഏതെങ്ങനെ സംഭവിക്കുന്നു തോന്നത്തക്കവണ്ണം ആയിത്തീരുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ ഒരു ബോറും അടിച്ചില്ല. പ്രീതി മക്കളെ, ഹല്ലേലൂയ ഇന്ന് അതായത് 2003 കഴിഞ്ഞു, 2004 ഓഗസ്റ്റ് 15 എൻ്റെ അച്ചാച്ചൻ ഹല്ലേലൂയ ഈ സഭയിൽ IPC ഹല്ലേലൂയ താബോർ ചർച്ചിൽ സ്നാനപ്പെടുവാനിട
ഇടയായി തീർന്നു. പ്രിയതേ മക്കളെ, കുടുംബമായിട്ട് ഒരാൾ കർത്താവിന്റെ സന്നിധി കടന്നു വരണമെങ്കിൽ ചില മേഖലകളിലൂടെ കടത്തിവിടും, ചില പ്രശ്നങ്ങളിലൂടെ കടത്തിവിടും, ചില മരണത്തിന്റെ താഴ്വര വരെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അവിടെയൊന്നും നാം പതറരുത്. കർത്താപ്പച്ചന്റെ സമയമാകുമ്പോൾ, അതായത് ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട ഹല്ലേലൂയ ദൈവമേ എന്റെ കുടുംബം എന്നാണ് കടന്നു വരുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവിന് ഒരു സമയമുണ്ട്. അതുവരെ നമ്മൾ കാത്തിരിക്കണം പ്രിയതേ മക്കളെ. ഹല്ലേലൂയ. കർത്താപ്പച്ച ഇന്ന് കുടുംബമായിട്ട് എൻ്റെ മകൾ ഹല്ലേലൂയ 1999 ഇന്ന് ഹല്ലേലൂയ അവളും സ്നാനപ്പെട്ട ഹല്ലേലൂയ ദൈവസന്നിധിയായിരിക്കുന്നു. എൻ്റെ മകന് ഹല്ലേലൂയ 2003 കുഞ്ഞ് ഹല്ലേലൂയ ഇന്ന് 20 വയസ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ 20 വയസ്സ് ഈ ജൂണിലാവുമ്പോൾ ആവുമല്ലോ പ്രിയതേ മക്കളെ. ഹല്ലേലൂയ ഇന്ന് BSc IT ലാസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുഞ്ഞാണ്. ഹല്ലേലൂയ ഇന്ന് വരെ കർത്താവ് അവരെ കാത്തു പരിപാലിച്ചു. 2 കുഞ്ഞുങ്ങളെ കർത്താവ് പച്ച ഹല്ലേലൂയ അത്ഭുതകരമാവണ്ണം അവർ 3 പേര്, എൻ്റെ അച്ചാച്ചനും എൻ്റെ മോളും എൻ്റെ മോനും ഹല്ലേലൂയ ഈ IPC ടാബോർ ചർച്ചിൽ തന്നെ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയതേ മക്കളെ, കർത്താവിന് ഹല്ലേലൂയ ഒരു കുടുംബത്തെ നേടിയെടുക്കുവാൻ ഹല്ലേലൂയ ദൈവം എന്നെ മരണത്തിൽ കൂടെ കടത്തിവിട്ടു. ദൈവത്തിന്റെ സന്നിധി ഇന്നായിരിക്കുമ്പോൾ തന്നെ പ്രിയതേ മക്കളെ കൂടുതൽ സമയം ഞാൻ എൻ്റെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. ഹല്ലേലൂയ അതായത് സമയങ്ങൾ കിട്ടുമ്പോഴെല്ലാം പല ഗ്രൂപ്പുകളുണ്ട്. ഹല്ലേലൂയ പല ഗ്രൂപ്പുകളും കർത്താവിന്റെ വചനം പറയുവാനായാലും പാട്ടുകൾ പാടുവാനായാലും സാക്ഷ്യം പറയുവാനായാലും ഏത് നിമിഷം എന്തു പറഞ്ഞാലും അത് ചെയ്തെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. തന്ന താലന്ത് കുഴിച്ചിടുവാനല്ല പ്രിയതേ മക്കളെ. ഹല്ലേലൂയ അത് വേണ്ടും പോലെ ഉപയോഗിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. എപ്പോഴുമുള്ള എൻ്റെ ആഗ്രഹം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കണം. എൻ്റെ അപ്പൻ എനിക്ക് ആയുസ് തന്നെങ്കിൽ ഹല്ലേലൂയ എൻ്റെ അപ്പന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ്. അല്ലാതെ എന്തിനാ? വെറുതെ അല്ല ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. ഒരു മരണത്തിന്റെ അവസ്ഥ വരെ കൊണ്ടുപോയിട്ട് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ കർത്താപ്പച്ചന് അതിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ ഈ മരണത്തിന്റെ അവസ്ഥയിലൂടെ കൊണ്ടുപോയപ്പോഴാണ് കർത്താപ്പച്ചന്റെ സന്നിധി കുടുംബമായിട്ട് വരുവാൻ ഇടയായി തീർന്ന്. പ്രിയ മക്കളെ, ആദ്യ നിമിഷങ്ങളിലൊക്കെ ഹല്ലേലൂയ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ കടന്നു വന്ന് ഞാൻ എന്നിട്ട് എൻ്റെ ഭവനത്തിലൊക്കെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ മൂത്ത സഹോദരനൊക്കെ ചോദിക്കുമായിരുന്നു, സഹോദരി വന്നല്ലോ, ഇങ്ങനൊരു തമാശ രീതിയിൽ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ ചോദിക്കുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ അവിടെയൊന്നും ഞാൻ നാണിച്ചോ ലജ്ജിച്ചോ ഒന്നും പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. അവരുടെ മുന്നിലൊക്കെ കർത്താവ് എന്നെ നിർത്തി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, 11 പേരുള്ളതില്ലേ ഞങ്ങൾ 2 പേര് മാത്രമേ ഹല്ലേലൂയ എൻ്റെ 3ാമത്തെ സഹോദരിയും ഞാനും മാത്രമേ പെന്തക്കോസ്തിൽ കടന്നു വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം മറ്റു സമുദായത്തിലൊക്കെ നിൽക്കുന്നുവെങ്കിലും അവരുടെ മുന്നിലൊക്കെ ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥന പ്രിയ മക്കളെ, അനേകർ എനിക്ക് കണ്ണുനീരൊഴുക്കി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കർത്താവിന്റെ സാക്ഷ്യം പറയുവാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നത്. ഹല്ലേലൂയ. നോക്കൂ ഹല്ലേലൂയ, ഇങ്ങനെ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുമ്പോഴും കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ എനിക്കിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ എൻ്റെ കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്തെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ യേശുപ്പച്ചന്റെ സാക്ഷിയായി തീരുവാൻ എൻ്റെ പല രീതിയിലൊക്കെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് വിളിക്കുമ്പോൾ ബിനു പ്രാർത്ഥിക്കും, ബിനു, അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. ഇന്ന് നമുക്ക് ആ ഒരു സ്ഥാനമൊക്കെ കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ ഹല്ലേലൂയ അത്രയും പേര് നിൽക്കുമ്പോഴും പറയും ബിനു പ്രാർത്ഥിക്കുമെന്ന് പറയും. വളരെ സന്തോഷം. ഞാൻ ഹല്ലേലൂയ ഇടയ്ക്ക് നാട്ടിൽ കടന്നു എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ പെന്തക്കോസ്തി വന്നു. ഒരു ഹല്ലേലൂയ നമ്മുടെ ബന്ധത്തിൽ തന്നെയുള്ള ഒരു അങ്കിൾ എന്നോട് ചോദിച്ചു, നീയും, അതായത് ഞാൻ നാട്ടിൽ ചെന്നും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹല്ലേലൂയ എല്ലാവരുടെയും കണ്ടപ്പോൾ നീയും ഇവരുടെ കൂട്ടത്തിൽ പോയോ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ പെന്തക്കോസ്തിലാണ്. ഹല്ലേലൂയ. അതെന്താ? ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. ഈ കഴിഞ്ഞിടയ്ക്കും ആ അങ്കിൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ കാണുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, അവരുടെ മധ്യത്തിലൊക്കെ കർത്താവ് സാക്ഷിയായി നിർത്തുന്നുണ്ട്, ലജ്ജിക്കാതെ നിർത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് പച്ച നടന്നതുപോലെ നടക്കേണ്ടതാണ്. അപ്പന് ഹല്ലേലൂയ നമ്മെ വിളിച്ചു വേർതിരിച്ചത് വെറുതെ അല്ല. ഇന്ന് സാക്ഷ്യം കേൾക്കുന്നതിൽ ആരെങ്കിലും ഹല്ലേലൂയ ദൈവമേ എൻ്റെ സ്ഥിതി ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പച്ചന്റെ സന്നിധി നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ പിന്തിരിഞ്ഞു പോകല്ലേ. ലജ്ജിക്കുവാൻ അപ്പൻ അനുവദിക്കില്ല. വേണ്ടുന്നതെല്ലാം തന്ന് കർത്താവ് പച്ച നിലനിർത്ത്. ഹല്ലേലൂയ. വേണ്ടുന്നത് തക്ക സമയത്ത് തരുന്ന അപ്പനാ. ഹല്ലേലൂയ. അന്നത്തെ സമയത്ത് നോക്കൂ ഹല്ലേലൂയ, എനിക്ക് ഹോസ്പിറ്റലിൽ പൈസയൊക്കെ കൊടുക്കണം, എവിടെ നിന്നാണ് ഇത്രയും പൈസയൊക്കെ കിട്ടുന്നത്? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെ അപ്പൻ ഇതൊക്കെ നടത്തി
കർത്താപ്പച്ചന്റെ ആ കൃപ നോക്കണം. ഹല്ലേലൂയ. അപ്പൻ നമ്മെ നടത്തുന്ന വഴികള്, ഹല്ലേലൂയ, നമ്മൾ പോലും ഹല്ലേലൂയ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ആ മേഖലയിൽ കൂടി കർത്താപ്പച്ചൻ നമ്മെ കടത്തുമ്പോൾ അതിനുപരിയായിട്ട് അപ്പച്ചൻ വേറൊരു വഴി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പച്ചൻ നമ്മളെ നടത്തുന്നത്. നമ്മൾ ഒരിക്കലും പതറരുത്. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുവാൻ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് കുടുംബമായിട്ട് കർത്താവിന്റെ സന്നിധി ഹല്ലേലൂയ വിശ്വസ്തയോടെ ഈ IPC ഹല്ലേലൂയ താബോർ ചർച്ചിനോട്, വസായിലുള്ള താബോർ ചർച്ചിനോട് ചേർന്ന് നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദിവസവും ഹല്ലേലൂയ ഒരു രാവിലെ കാലം ഒരു 10 മിനിറ്റ് വീതം ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ ഡെയിലി മന്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബിലൂടെ കർത്താവിന്റെ വചനം പറയുവാൻ എൻ്റെ ദൈവം എന്നെ ഇടയാക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം ഇതാ, കർത്താപ്പച്ച എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ തന്ന വചനം എൻ്റെ അപ്പന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കി തീരട്ടെ. ഹല്ലേലൂയ. ദിവസവും അതിലൂടെ കൊടുക്കുന്ന ഹല്ലേലൂയ ഡെയിലി മന്നയിലൂടെ കൊടുക്കുന്ന ആ മന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഇങ്ങനെ ഞാൻ ഈ വചനം പറയുമ്പോൾ അനേകരെ എനിക്ക് ഹല്ലേലൂയ പരിചയപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ അറിയുന്നത് പോലുമില്ല. അനേകർ എന്നോട് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇതെങ്ങനെയാ ഹല്ലേലൂയ, അവർക്കൊക്കെ ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തില് വളരെ മാറ്റം ഉണ്ടാകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പെന്തക്കോസ്തുകാരൊന്നും അല്ല സമുദായത്തിലുള്ള ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ മറ്റുള്ളവർക്കെല്ലാം ഞാൻ ഹല്ലേലൂയ ഇത് വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം കേൾക്കുവാൻ ഇടയാകുന്നുണ്ട്. പ്രിയ മക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ യേശു അപ്പച്ചൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് നിന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തുവെങ്കിൽ കർത്താപ്പച്ചന് ഉദ്ദേശമുണ്ട്. അപ്പൻ ആരെയും കൈവിടുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ നമ്മെ തെരഞ്ഞെടുത്തത് എന്താ? കർത്താപ്പച്ചന്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുകയാണെങ്കിൽ, ആ വിശ്വാസത്തിന്റെ നായകനായ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്ത്യം വരെയും കർത്താപ്പച്ചൻ നമ്മെ പോറ്റി പുലർത്തും. അപ്പൻ ആർക്കും കടക്കാരനല്ല. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ കുടുംബമായിട്ടായി തീരുവാൻ, നല്ലൊരു ഹല്ലേലൂയ ഭവനമൊക്കെ വാങ്ങിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. പ്രിയ മക്കളെ, അപ്പൻ എത്ര നല്ലവനാ. ഹല്ലേലൂയ. ജോലി ചെയ്യുവാനും എല്ലാം ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങൾ ഇന്ന് 2 പേരും പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മകള് ഹല്ലേലൂയ ഇന്ന് അയർലൻഡിൽ ഹല്ലേലൂയ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയോടനുബന്ധിച്ച് അവിടെ ആയിരിക്കുന്നു. മോന് ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ, ഇന്നത്തെ എൻ്റെ സാക്ഷ്യം ഓരോ മക്കളുടെ ജീവിതത്തില് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ആർക്കും കടക്കാരനല്ല. എന്നും നമ്മെ പോറ്റി പുലർത്തുവാൻ അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും നാം ലജ്ജിച്ചു പോകരുത്. കർത്താപ്പച്ച നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. ദൈവസന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇങ്ങനെ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ ജോയ്സ് ടിവിയോടുള്ള ഹല്ലേലൂയ, പ്രിയ ജോയ്സ് ആന്റിയോടുള്ള നന്ദി ഹല്ലേലൂയ ഞാൻ എൻ്റെ എല്ലാമായിട്ട് നന്ദിയോട് ഹല്ലേലൂയ ഈ സമയം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എൻ്റെ പ്രാർത്ഥന എന്നെ എല്ലാവരും ഓർത്തു പ്രാർത്ഥിക്കണമേ, കുടുംബമായിട്ട് ഓർത്തു പ്രാർത്ഥിക്കണേ പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിന് സമയം തന്നതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആയിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രത്യേകമായിട്ട് ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയപ്പോൾ എന്തെങ്കിലും ചിന്തകളോ എന്തെങ്കിലും അങ്ങനെ ഭയമോ ഭീതിയോ ഞാനിപ്പം മരിക്കുമെന്നോ അങ്ങനെ വല്ല എന്തെങ്കിലും ഒരു ഇത് സിസ്റ്ററിന്റെ മനസ്സിലുണ്ടായിരുന്നോ? ആ സമയത്തെ വിചാരങ്ങൾ എന്തുവായിരുന്നു? അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, എൻ്റെ വിചാരം മുഴുവൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതായത് കുടുംബമായിട്ട് കടന്നു വരുവാൻ വേണ്ടി കർത്താപ്പച്ചൻ ഹല്ലേലൂയ എങ്ങനെ കൊണ്ടുവന്നയാന്ന് എനിക്കറിയാം. മരണത്തിന്റെ അവസ്ഥയാണ് വന്നത്. ഞാൻ പറഞ്ഞു ആ കറങ്ങുന്ന അവസ്ഥ, മരിച്ചുപോയ അവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെ നിന്നും കർത്താവ് വീണ്ടെടുത്ത് ആ ഒരു ഭാരമുണ്ടായിരുന്നു. എങ്കിലും കർത്താപ്പച്ചൻ തന്ന കൃപ. സ്തോത്രം. സിസ്റ്ററിന്റെ ആ ഉള്ളിന്റെ വിചാരം കർത്താവിനോട് അടുക്കുക എന്നുള്ള ആ ഒരു വിചാരം മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഞാൻ മരിച്ചു പോകുമെന്നോ അങ്ങനെയുള്ള ഒരു ഭയപ്പാടൊന്നും ഇല്ലായിരുന്നില്ലേ? ഇല്ലായിരുന്നു. ഓക്കെ. കർത്താവിന്റെ ആ ഒരു വിശ്വാസം. ഓക്കെ. ആമേൻ. സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ഇനി അനേകർക്ക് ഉപയോഗമാക്കി കർത്താവ് തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേവദാസി പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
ജോയ്സ് ടിവിയിലൂടെ കർത്താവെ ഹല്ലേലൂയ അല്പസമയം കർത്താവെ ഹല്ലേലൂയ അപ്പൻ വിടുവിച്ച വിടുതൽ പറയുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. ഈ ജോയ്സ് ടിവിയിലൂടെ കർത്താവെ ഹല്ലേലൂയ ഓരോ മക്കളും ഈ സാക്ഷ്യം ശ്രവിക്കുമ്പോൾ കർത്താവെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ആരെങ്കിലും ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ ദൈവത്തിന്റെ അത്ഭുതകരം അവരുടെയൊക്കെ ഹല്ലേലൂയ ഹൃദയങ്ങളിൽ ചെന്നെത്തുവാൻ ഇടയാകണമേ. അവരെയൊക്കെ സഹായിക്കണം കർത്താവെ. ദൈവമേ കുടുംബമായിട്ട് കർത്താവിനാൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഓരോ ജീവിതങ്ങളെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ജോയ്സ് ടിവിയിലൂടെ കർത്താവെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന നിന്റെ മക്കൾക്കായി സ്തോത്രം. പ്രിയ മക്കളെ ദൈവം അനുഗ്രഹിക്കണം, കുടുംബമായി കർത്താവെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ ഇത് ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലും ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാനിടയാകണമേ. ഇനിയും കർത്താവെ ഹല്ലേലൂയ പുതിയ പുതിയ സാക്ഷ്യങ്ങളുമായി ഇത് കടന്നു വരുവാൻ, ഇത് ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം അപ്പാ. അടിയനെ സമർപ്പിക്കുന്ന കർത്താവെ ഇത്രത്തോളം ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിലേക്കെല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിസ്റ്ററിലേറിയ സമയം ഞങ്ങളോടൊപ്പം ഇത്രത്തോളം ചിലവഴിച്ചതിന് സിസ്റ്റർ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. കർത്താവ് സിസ്റ്ററെ സഹായിക്കുമാറാകട്ടെ.